എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു വിളവെടുപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഇത് നമ്മുടെ ശ്രീരക്ഷ എന്ന് പറയുന്ന മരച്ചീനയാണ്. ഇതിപ്പോൾ നമുക്ക് വിളവെടുപ്പിന് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് മരച്ചീനയാണ് നട്ടത്, ശ്രീരക്ഷയും ശ്രീ പവിത്രയും. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീരക്ഷയുടെ വിളവെടുപ്പാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ മുൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചേക്കുന്നത്, ഇതിൻ്റെ കമ്പ് ഞാൻ മേടിച്ചേക്കുന്നത് ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താം. വീഡിയോയിലേക്ക് പോകാം. രുചിയിലും തൂക്കത്തിലും വളരെ നല്ലതാണ് ശ്രീരക്ഷ. ഇതിൻ്റെ മുൻ വീഡിയോസ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇതിവിടെ നട്ടിട്ടിപ്പോൾ 9 മാസമായിട്ടുണ്ട്. 9 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ടൈം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവും നമുക്കിതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ മിക്സായിട്ടാണ് നട്ടത്. ശ്രീ പവിത്രയും ശ്രീരക്ഷയും രണ്ടിൻ്റെയും വീഡിയോസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശ്രീരക്ഷയുടെ വിളവെടുപ്പാണ് നടത്തുന്നത്. വളരെ നല്ല ടേസ്റ്റുമാണ് ശ്രീരക്ഷയ്ക്ക്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ലപോലെ നമുക്കിതിനകത്ത് വിളവും ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അത്യാവശ്യം നല്ല കമ്പുകളെല്ലാം എടുത്ത് തണലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് നടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കമ്പുകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം കൊടുക്കുകയും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമ്പ് കിട്ടുവാണെങ്കിൽ നട്ട് നോക്കുക. വളരെ രുചിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തൂക്കവും ഉള്ള ഒരു മരച്ചീനിയാണ് ഈ ശ്രീരക്ഷ. ഇത് നമ്മളിവിടെ നട്ട് അത്യാവശ്യം 9 മാസമായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്കിനകത്ത് വിളവും ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് നോക്കുക. നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ള സ്ഥലത്തിൽ, ഇപ്പം സ്ഥലമില്ലെങ്കിൽ നമുക്ക് ചാക്കുകളിൽ പോലും നമുക്ക് ഈ മരച്ചീനി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിനധികം പരിചരണത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കിളിപ്പുകൾ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ അതിനിച്ചിരി വളം ഇട്ട് അതൊന്ന് കുത്തി അടുപ്പിച്ച് മണ്ണടുപ്പിച്ച് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിതിന് യാതൊന്നും ചെയ്ത് കൊടുക്കുന്നേ ഇല്ല. എന്നിട്ടും നമുക്ക് നല്ലപോലെ വിളവും അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. ഒട്ടും കയ്പും ഒന്നുമില്ല ഈ ശ്രീരക്ഷയ്ക്ക്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല രീതിയിൽ നമുക്കിനകത്ത് വെള്ളം ലഭിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കമ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പം നമ്മളൊരു 3-4 മോഡ് പിഴുതപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിളവിനകത്ത് ലഭിച്ചിട്ടുണ്ട്. എല്ലാ മോഡും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. ഒരുപാട് തരത്തിലുള്ള വെറൈറ്റികൾ അവിടെ ലഭ്യമാണ്. ഒരു 19 തരം മരച്ചീനികളാണ് അവിടെ വികസിപ്പിച്ചെടുത്തേക്കുന്നത്. ഇതിപ്പം നമുക്കിവിടെ അടുത്തായത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും വെറൈറ്റികൾ പോയി മേടിക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മേടിച്ച് നട്ടത്. പക്ഷെ നല്ല രുചിയും നല്ല തൂക്കവുമാണ് ഇതിനകത്ത് ലഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്രീരക്ഷ എന്ന മരച്ചീനിയുടെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. ഇതുപോലെയാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.